നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂർ നഗരത്തിന്റെ തീരദേശം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര ടൂറിസ്റ്റുകൾ എത്തുന്ന പ്രദേശമാണ് ഉണ്ണിയാലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. അർദ്ധരാത്രിയിൽ ലൈംഗികാതിക്രമം നടത്തിയ കണ്ണൂർ സ്വദേശിയായ യുവാവിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള നീക്കം, സ്ത്രീ സമൂഹം ഉണരണമെന്ന് MGM ജില്ലാ സമ്മേളനം. മണലിപ്പുഴ GMLP സ്കൂളിന്റെ 50ാം വാർഷിക പരിപാടികൾക്ക് മെഗാ മെഡിക്കൽ ക്യാമ്പോടെ തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. തിരൂർ നഗരത്തിന്റെ തീരദേശം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര ടൂറിസ്റ്റുകൾ എത്തുന്ന പ്രദേശമാണ് ഉണ്ണിയാൽ. ഉണ്ണിയാൽ അഴീക്കൽ ടൂറിസം പദ്ധതി 1ാം ഘട്ട പ്രവൃത്തി അവസാന ഘട്ടത്തിലാണെന്നും കുട്ടികൾക്കായി ബോട്ടിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ 1ാം ഘട്ട പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതോടെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ നല്ല രീതിയിൽ അടയാളപ്പെടുത്തുന്ന പ്രദേശമായി ഉണ്ണിയാൽ മാറുമെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. 6,30,00,000 രൂപ ചെലവിലാണ് 1ാം ഘട്ട പ്രവൃത്തി നടക്കുന്നത്. ഉണ്ണിയാൽ മേഖലയുടെ സമഗ്ര വികസനത്തിനായി സർക്കാർ വലിയ രീതിയിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിനോടകം ഒട്ടേറെ പദ്ധതികൾ യാഥാർത്ഥ്യമായി. തീരദേശ ഹൈവേ കൂടാതെ ഒട്ടേറെ റോഡുകൾ നവീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രദേശത്തിന്റെ വികസനത്തെ സ്വാധീനിക്കുന്നുണ്ട്. മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷ് ലാൻഡിംഗ് സെന്റർ, പുനർഹം പദ്ധതിയുടെ ഭാഗമായ ഫ്ളാറ്റ് സമുച്ചയം തുടങ്ങിയവ ഉണ്ണിയാലിന്റെ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉണ്ണിയാൽ അഴീക്കൽ ടൂറിസം പദ്ധതി പ്രവൃത്തിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 6,30,00,000 രൂപ ചെലവിലാണ് നിലവിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ പോകുന്നത്. തിരൂരിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കടലോര പ്രദേശം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ എത്തപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വരാനും ബോട്ടിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസം ഭൂപടത്തിൽ നമ്മുടെ പ്രദേശം നല്ല രീതിയിൽ തന്നെ അടയാളപ്പെടുത്തുന്നതായിരിക്കും ഈ തടാകത്തിൻ്റെ പണി കഴിയുമ്പോൾ ഈ ഒരു പദ്ധതി ഉണ്ടാവുക. നിറമരുതൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സൈതലവി, പഞ്ചായത്ത് അംഗം KT ശശി എന്നിവരും മന്ത്രിയുടെ കൂടെ സന്ദർശന വേളയിലുണ്ടായിരുന്നു. വെട്ടം ന്യൂസ്, താനൂർ. തിരൂർ ജില്ലാ ആശുപത്രിയിൽ രോഗിയുടെ കൂടെ പരിചരണത്തിന് നിന്ന യുവതിക്കെതിരെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ലൈംഗികാതിക്രമം നടത്തിയ കണ്ണൂർ സ്വദേശിയായ യുവാവിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഹോട്ടൽ ജീവനക്കാരനും മുഴുപ്പിലങ്ങാട് സ്വദേശിയുമായ ആയിഷ മൻസിൽ സുഹൈലാണ് പോലീസിന്റെ പിടിയിലായത്. ഫെബ്രുവരി 1-ാം തീയതി പുലർച്ചെ ആശുപത്രിയിലെ ICUവിനു സമീപം ഉറങ്ങുകയായിരുന്ന യുവതിയോടാണ് പ്രതി ലൈംഗിക അതിക്രമം നടത്തിയത്. പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നുമാണ് പ്രതിയെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ ദിവസം തിരൂർ ടൗണിൽ വെച്ച് പിടികൂടിയത്. തിരൂർ ഇൻസ്പെക്ടർ MK രമേശിന്റെ നേതൃത്വത്തിൽ SI പ്രതീഷ് കുമാർ, CPOമാരായ ധനീഷ് കുമാർ, ബിനു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തിരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെട്ടം ന്യൂസ്, തിരൂർ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനമനസ്സുകളിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള സംഘപരിവാറിന്റെ നീക്കത്തിൽ സ്ത്രീ സമൂഹം ഉണരണമെന്ന് MGM മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വർഗീയതയും വിദ്വേഷമില്ലാത്ത മഹിതമായ സന്ദേശം മനുഷ്യരിലെത്തിക്കാൻ പൊതുസമൂഹം മുന്നോട്ട് വരണമെന്നും MGM ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പെരുകിവരുന്ന സ്ത്രീ പീഡനങ്ങളെയും ആത്മഹത്യകളെയും സർക്കാർ ഗൗരവത്തോടെ കാണണമെന്നും പവിത്രമായ വിവാഹരംഗത്തെ കളങ്കപ്പെടുത്തുന്ന ആഭാസത്തെ നിയന്ത്രിക്കണമെന്നും MGM ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന പ്രമേയത്തിൽ ഫെബ്രുവരി 15 മുതൽ 18 വരെ കരിപ്പൂരിൽ വെച്ച് നടക്കുന്ന മുജാഹിദ് 10ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച MGM ജില്ലാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി ഉദ്ഘാടനം ചെയ്തു. MGM ജില്ലാ പ്രസിഡന്റ് CM അസ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. KNM സംസ്ഥാന സെക്രട്ടറി NM ജലീൽ മാസ്റ്റർ, MGM സംസ്ഥാന ജനറൽ സെക്രട്ടറി CT ആയിഷ ടീച്ചർ, KNM ജില്ലാ സെക്രട്ടറി അബ്ദുറസാഖ് തെക്കയിൽ, MGM ജില്ലാ സെക്രട്ടറി KT ജസീറ ടീച്ചർ, ISM ജില്ലാ സെക്രട്ടറി TKN ഹാരിസ്, MSM ജില്ലാ സെക്രട്ടറി നുഹ്മാൻ ഷിബിലി,
MGM ജില്ലാ സെക്രട്ടറി സി റന, KNM മണ്ഡലം സെക്രട്ടറി TKN നാസർ, ഹനീഫ് യൂസഫ്, MGM ജില്ലാ ഭാരവാഹികളായ P റസിയാബി ടീച്ചർ, ഹസ്നത്ത് പരപ്പനങ്ങാടി, തസ്ലീന കുഴിപ്പുറം, റഹ്മത്ത് കാളാട്, മുംതാസ് തിരൂരങ്ങാടി, നസീമ പുത്തൂർ പള്ളിക്കൽ എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. മണലിപ്പുഴ GMLP സ്കൂളിന്റെ 50ാം വാർഷിക പരിപാടികൾക്ക് മെഗാ മെഡിക്കൽ ക്യാമ്പോടെ തുടക്കമായി. അജ്നൂറ ഹോസ്പിറ്റൽ താനൂർ മൂലയ്ക്കൽ, റൈഹാൻ കണ്ണാശുപത്രി തിരൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ENT, നേത്രവിഭാഗം തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും നടത്തി. പരിപാടി ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കുടിയങ്ങൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഷ്കർ കോറാട് അധ്യക്ഷം വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK ജലീൽ മാസ്റ്റർ, വാർഡ് മെമ്പർ AT സുബൈദ കബീർ, PTA പ്രസിഡന്റ് പ്രദീപ് കൈതക്കാട്ടിൽ, മാധവൻ പച്ചേരി, ഉസ്മാൻ മച്ചിങ്ങൽ, സുബൈർ കണിയേരി, ഡോക്ടർ റോഷൻ, ഡോക്ടർ അദ്നാൻ, ഡോക്ടർ ദിൽറുബ, അജ്നൂറ ഓപ്പറേഷൻ മാനേജർ രഞ്ജു, PRO സിദ്ദീഖ് MC എന്നിവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ M ശങ്കരൻ സ്വാഗതവും അബ്ദുൽ അൻസാരി നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, ഒഴൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നമസ്കാരം.